അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ത്വഹാറത്തുൻ അഥവാ ശുദ്ധി. ത്വഹാറത്തുൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശുചിത്വം എന്നാകുന്നു. ശറഅയിൽ ത്വഹാറത്ത് എന്നാൽ വുളൂഅ്, കുളി, തയമ്മുൻ, നജസിനെ നീക്കൽ തുടങ്ങിയവയാൽ നിസ്കാരം അനുവദനീയമാകുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതാകുന്നു. ത്വഹാറത്തുൻ അഥവാ ശുദ്ധി രണ്ട് വിഭാഗങ്ങളാകുന്നു. ഒന്ന്, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകൽ, അത് വുളൂഅ്, കുളി, തയമ്മുൻ എന്നിവയാകുന്നു. രണ്ട്, നജസിൽ നിന്നും ശുദ്ധിയാകൽ, അത് ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസിൽ നിന്നും ശുദ്ധിയാകലാകുന്നു. ഇനി ശുദ്ധിയാകാൻ ഉപയോഗിക്കുന്ന വെള്ളവും അതിൻ്റെ വിഭാഗങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. വെള്ളം 3 വിഭാഗങ്ങളാണ്. അതിലൊന്നാമത്തേത് മാഉൽ മുത്ലഖ് അഥവാ മുത്ലഖായ വെള്ളം. അത് മഴവെള്ളം, കടൽ വെള്ളം, കിണർ വെള്ളം, നദിയിലെ വെള്ളം ഇതുപോലെ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ് മുത്ലഖായ വെള്ളം അഥവാ മാഉൽ മുത്ലഖ് എന്ന് പറയുന്നത്. ഇനി വെള്ളത്തിൻ്റെ രണ്ടാമത്തെ വിഭാഗമാണ് മാഉൽ മുസ്തഅമൽ. ശുദ്ധീകരണത്തിൻ്റെ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്നാൽ കുളിക്കുന്നവൻ്റെയും വുളൂഅ് ചെയ്യുന്നവൻ്റെയും അവയവങ്ങളിൽ നിന്നും വിട്ടുപിരിയുന്ന വെള്ളമാകുന്നു. അത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയാത്തതുമാകുന്നു. എന്നാൽ ശുദ്ധീകരണത്തിൻ്റെ സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം മുത്ലഖായ വെള്ളം പോലെയാകുന്നു. ഇനി മൂന്നാമത്തെ വിഭാഗം മാഉൽ മുതനജ്ജിസ്. അത് നജസ് വീണ വെള്ളമാകുന്നു. അത് സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയാത്തതുമാണ്. സാധാരണ ഭാഷയിൽ നജസ് എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതം വൃത്തികെട്ടതായി കാണുന്ന എല്ലാ വസ്തുക്കളുമാകുന്നു. എന്നാൽ ശറഅയിൽ നിസ്കാരത്തിന് സ്വീകാര്യതയെ തടയുന്ന വൃത്തികെട്ട വസ്തുക്കളാകുന്നു. നജസുകൾ 3 വിഭാഗമാണ്. ഒന്ന്, മുഅല്ലഖ്, കട്ടിയായത്, അത് പട്ടിയും പന്നിയും അവകളിൽ നിന്നുമുണ്ടാകുന്നതുമാകുന്നു. 2, മുഖഫഫത്ത്, ലഘുവായത്, അത് 2 വയസ്സ് പ്രായമെത്താത്ത പാലല്ലാതെ മറ്റൊന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത ആൺകുട്ടികളുടെ മൂത്രമാകുന്നു. മൂന്നാമത്തേത് മുതവസ്സിത്തത്ത്, മധ്യനിലയിലുള്ളതാകുന്നു. അത് മൂത്രം, കാഷ്ടം, മദിയ്, വദിയ്, രക്തം, ഛർദി, ചലം, കള്ള്, ലഹരി പദാർത്ഥങ്ങൾ എന്നിവ ആ വിഭാഗം നജസിൽപ്പെട്ടതാണ്. മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി എന്നിവ ഒഴികെയുള്ളതിൻ്റെ ശവവും ജീവികളിൽ നിന്നും മുറിക്കപ്പെട്ട അവയവങ്ങൾ പോലെ ശവത്തിൻ്റെ ഹുക്കുമിലുള്ളതും നജസാകുന്നു. ഭക്ഷിക്കപ്പെടുന്ന ജീവികളുടെ രോമവും തൂവലും ശുദ്ധിയുള്ളതാകുന്നു. മുഅല്ലഖ് ആയ നജസ് കൊണ്ട് മലിനമായ വസ്തുവിനെ 7 പ്രാവശ്യം കഴുകൽ കൊണ്ട് അത് ശുദ്ധിയാകും. അതിൽ 1 പ്രാവശ്യം മണ്ണ് കലർത്തപ്പെട്ട വെള്ളം കൊണ്ടായിരിക്കണം. അത് ആദ്യത്തെ പ്രാവശ്യമായിരിക്കലാണ് ഏറ്റവും ഉത്തമം. മുഖഫഫത്ത് ആയ നജസ് കൊണ്ട് മലിനമായ വസ്തുവിൻ്റെ മൂത്രം പറ്റിയ സ്ഥലം മുഴുവൻ വ്യാപകമാകുന്ന നിലയിൽ വെള്ളം കുടയൽ കൊണ്ട് അത് ശുദ്ധിയാകും. അപ്പോൾ പെൺകുട്ടികളുടെ മൂത്രത്തിൽ കഴുകി ശുദ്ധിയാക്കൽ അനിവാര്യമാണ്. മുതവസ്സിത്തത്ത് ആയ നജസ് കൊണ്ട് മലിനമായ വസ്തു കാണപ്പെടുന്നതാണെങ്കിൽ അതിൻ്റെ സത്തയെയും രുചിയെയും നിറത്തെയും മണത്തെയും കഴുകി നീക്കൽ നിർബന്ധമാണ്.